വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ട് ഉള്ള ഒരു ഐറ്റമാണ്. അത് സ്നാക്സ് ആയിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, എങ്ങനെ കുക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ബൗളെടുത്തു, അതിനകത്തേക്ക് 1 കപ്പ് മൈദ, ഇനി നമ്മൾ ഇതിന് പാകത്തിനുള്ള ഉപ്പ്, ഉപ്പ് ഓരോരുത്തർക്കും അവരവരുടെ പാകമായിരിക്കും. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ഇട്ടു, 1 ടീസ്പൂൺ ഈസ്റ്റ്, കുറച്ച് പാലൊഴിക്കും. നമുക്കിത് നല്ലൊരു ഡോ ആക്കണം. പാല് തന്നെ ആവരുത്. ഇത് നമുക്ക് കുഴയ്ക്കാം. വെള്ളം തന്നെ മരുത്, പാല് തന്നെ മരുത്. നല്ല മയമുള്ള ഒരു ഡോയാക്കി എടുക്കണം. നമ്മളിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് നല്ലതായിട്ട് നമ്മൾ കുഴച്ച് കഴിഞ്ഞ് ഇനി ഇത് നമുക്ക് നനഞ്ഞ ഒരു കോട്ടൺ ഇട്ട് മൂടി വെക്കാം. അത് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്തതെല്ലാം എടുക്കണം. നമുക്ക് വേണ്ടിയ വെജിറ്റബിള് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ബീൻസ്, ക്യാപ്സിക്കം ചുമന്നതുകൊണ്ട്, പച്ചയുണ്ട്, സ്പ്രിംഗ് ഒനിയൻ, ഒരു പൊട്ടറ്റോ, ചെറിയ ഒരു പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചത്, കുറച്ച് പനീർ. ഇതെല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം ഓരോരുത്തർക്കും ഇഷ്ടത്തിന് എടുക്കാം. കോൺഫ്ലവർ ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തു. അത് നമുക്ക് കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ ഇതിനൊരു കപ്പ്, 1 ടേബിൾ സ്പൂൺ വെള്ളം, 1 ടേബിൾ സ്പൂൺ പാല്, രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ഈ വെജിറ്റബിൾസ് അടുപ്പയിലേക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് ഒഴിക്കണം. അന്നേരം നമ്മൾ ഇതും ഇട്ട ഉപ്പ് ഇടണം, ബട്ടറും വേണം. ഇനി നമുക്കതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി 1 സ്പൂൺ ബട്ടർ ഇട്ടേന്. ഇതെല്ലാം വേവണ്ട, ഒന്ന് വാടിയാൽ മതി. പൊട്ടറ്റോ നന്നായിട്ട് പൊടിച്ചിടണം. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റുമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇനി ലഞ്ചിന് കൊണ്ടുപോകണമെങ്കിൽ അതും ആകാം. സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എപ്പോഴും ചോറൊക്കെ കൊണ്ടുപോകാൻ മടിയായിരിക്കുമല്ലോ. ഇനി ഗരം മസാലയുടെ പൗഡർ. ഗരം മസാല ഇഷ്ടമില്ല എങ്കിൽ മുളക് പൊടി ഉപയോഗിച്ചാൽ മതി. ഇത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും, കുരുമുളക് പൊടി ഇട്ടു. നമുക്ക് സ്വല്പം ഉപ്പും കൂടി ഇടാം. ഈ കുറച്ച് അവരവരുടെ പാകത്തിനുള്ള കായപ്പൊടി ഇട്ടു. ഇനി നമ്മൾ കോൺഫ്ലവർ പാലും വെള്ളവും ചേർത്ത് കലക്കി വെച്ചേക്കുന്നത് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുക. എല്ലാം കൂടെ ഒരു യോജിപ്പ് വരാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ആയിട്ട് ഉപയോഗിക്കാം. നമുക്കൊക്കെ സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്കാണെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇഷ്ടമാണ്. നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം.
ഒരു മിനിറ്റ് ഇരുന്ന് തണുക്കട്ടെ. ഇനി നമ്മളുടെ ഡോ നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കണം. ഇത് മതിയതായിട്ട് നമ്മൾ പരത്തിയത് കുറച്ച് കനമുണ്ട്, കണ്ടല്ലേ? തീരെ കനം കുറയ്ക്കണ്ട. ഇനി നമുക്ക് കുറച്ച് വെണ്ണ ഇതിൽ തൂക്കാം. കുട്ടികൾക്കൊക്കെ ആകുമ്പം കുറച്ച് വെണ്ണയൊക്കെ തൂത്താൽ കുറച്ച് സ്വാദും കൂടും, അവർക്ക് ഹെൽത്തിയുമായിട്ട്. നമ്മുടെ വെജിറ്റബിളിൻ്റെ മിക്സ്ചർ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ചാറ്റ് മസാലയൊക്കെ അതിൻ്റെ മേളിലൊന്ന് വെതറിയാൽ പിള്ളേർക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാവും. കുറച്ച് മതി, ഒരുപാട് കുറച്ച് ബ്ലാക്ക് സാൾട്ടും. ഇനി ഇത് നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞെടുക്കും. പൊതിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യണം ഇങ്ങനെ കുറച്ച് വലിയ പീസായിട്ട്. ഇതേമാതിരി ഇങ്ങനെ കണ്ടില്ലേ? കണ്ടാലും നല്ല ഭംഗിയാണ്. ഇനി നമുക്കൊരു സ്റ്റൗ ഓണാക്കി ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പേ വെച്ചു. അതിലൊരു ഒരു റിങ്ങൂടെ വെച്ചു. ഇനി നമുക്ക് തട്ടത്തിലേക്ക് ഇത്തിരി ബട്ടറോ ഏതെങ്കിലും ഓയിലല്ല, നെയ്യായാലും മതി. നെയ്യോ ബട്ടറോ ഏതെങ്കിലും പുരട്ടി വെക്കണം. ഇനി ഇത് വേവണ്ടായോ? കുറെ കൂടെ വലിയ പീസായിട്ട് വേണേലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വലിയ ഇത് ചെറിയ കുട്ടികൾക്കാകുമ്പോൾ ചെറിയ പീസ് മതിയല്ലോ. ഇനി നമുക്കിത് അടയ്ക്കണം. ഒരു 20 മിനിറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. നന്നായിട്ട് കുട്ടികൾ പെട്ടെന്ന് കഴിച്ചിട്ട് സ്കൂളിൽ പോക്കോളും. വളരെ ഈസിയാണ്, വളരെ ഹെൽത്തിയുമാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.